ഉപ്പുമുളകും പ്രേക്ഷകരെ ഏറെ സങ്കടത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു ഉപ്പുമുളകും രണ്ടാം സീസൺ അവസാനിച്ചു എന്നത്. ഇനി മൂന്നാമതൊരു സീസൺ എന്നാരംഭിക്കും എന്ന ആകാംക്ഷയിലാണ് പല പ്രേക്ഷകരും. അൽസാബിത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ആദ്യം ഈ വാർത്ത പുറത്തു വന്നതെങ്കിലും ഇപ്പോൾ രാംകുമാറിനെ അവതരിപ്പിക്കുന്ന രാജേഷ് ഹെബ്ബാർ വിശുദ്ധമായ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നു. ഒരു മനോഹരമായ യാത്ര അവസാനിച്ചിരിക്കുന്നു. തന്റെ അഭിനയ ജീവിതത്തിലെ അഭിനേതാവ് എന്ന നിലയിലെ ഒരു സുവർണാധ്യായമാണ് ഉപ്പുമുളകും എന്ന് വിവരിച്ചു തുടങ്ങുന്നു ആ കുറിപ്പ്. ഈ കുറിപ്പിലൂടെ തനിക്ക് ആ പ്രൊജക്ടിനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. തന്റെ ഇഷ്ടപ്രേക്ഷകർക്ക് നന്ദിയും പറയാൻ രാംകുമാറായി എത്തിയ രാജേഷ് ഹെബ്ബാർ മറക്കുന്നില്ല. തന്റെ അവസാന ശ്വാസം വരെയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ഓരോ പ്രേക്ഷകരെയും വിനോദിപ്പിക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നതായി സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിക്കുന്നതും. ഈ കുറിപ്പിനൊപ്പം ചേർത്തിരിക്കുന്ന ചിത്രവും ഈ കുറിപ്പിൽ ടാഗ് ചെയ്തിരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ചിത്രം ഉപ്പുമുളകിലെ റാമിന്റെ കുടുംബമാണ്. റാമിനൊപ്പം ഹൈമയും ദിയയും. രണ്ടാമത്തെ ചിത്രത്തിൽ റാമും ഹൈമയും. മറ്റൊന്നിൽ ഈ കുടുംബത്തിനൊപ്പം കേശുവും ശിവയും നീലുവിന്റെ അമ്മയുമാണുള്ളത്. ഉപ്പുമുളകിലെ പ്രധാന കഥാപാത്രങ്ങളായ ബാലുവും നീലുവും ഉൾപ്പെട്ട താരങ്ങൾ ചിത്രത്തിൽ ഇല്ല. ഈ കുറിപ്പ് ടാഗ് ചെയ്തിരിക്കുന്നവരിലും നിഷ സാരംഗും ബിജു സോപാനവുമില്ല. രാജേഷ് ഹെബ്ബാർ പങ്കുവച്ച കുറിപ്പിൽ ദിയയെ അവതരിപ്പിക്കുന്ന പാർവതി അയ്യപ്പദാസ്, ഹൈമയെ അവതരിപ്പിക്കുന്ന സജിത ബേട്ടി, കേശുവിനെ അവതരിപ്പിക്കുന്ന അൽസാബിത്തിനു വേണ്ടിയുള്ള അക്കൗണ്ട് എന്നിവ മാത്രമാണ് ടാഗ് ചെയ്തിട്ടുള്ളത്. ഇത് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുകയും എന്താവും ഇതിന് കാരണമെന്ന് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഉപ്പുമുളകിനും ഒരു പുതിയ സീസൺ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത തരാൻ ഒരു താരങ്ങൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരു പുതിയ സീസൺ വരുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.